ഓക്കേ ഓക്കേ റെഡി റെഡി എടുത്തോടാ. ഫസ്റ്റ് ക്ലാസ്. ചന്ദ്രൻ മോനെ, ഇത് ഡാൻസ് ഫോട്ടോസ് അല്ലേ? അതുകൊണ്ട് ഞാൻ ഒരു മുദ്ര തരാം. പേരാകട്ടെ, എന്ത് കുന്തെങ്കിലും എനിക്ക് വിശക്കുന്നുണ്ട്. ആട്ടെ ആട്ടെ. മുദ്ര എന്ന് പറഞ്ഞാൽ തിന്നാനുള്ള അല്ലടാ, പോസ് പോസ്. ഓ പോസാ, അതുകൂടെ പറയാൻ അറിയില്ല. ബുദ്ധൂസ്. എവിടെന്ന് വന്നടാ നീ? റെഡി റെഡി. ആ നിക്ക് നിക്ക് നിക്ക്. ആ സ്റ്റഡി പോസ്. സ്റ്റഡി പോസ്. സ്റ്റഡി പോസ്. ഫസ്റ്റ് ഫസ്റ്റ്. ഈ പോസ് ഫസ്റ്റ് ആയി. ഇത് പോസ് അല്ലടാ, കൊതുകാണ്. ആ പോസ്. ഓക്കേ ഓക്കേ, പുറത്തു വാ. തെങ്ങിൽ കയറുന്ന പോലെ എടുത്തിട്ട് വരാം. ആ ഇവിടെ നന്നായിരിക്കും. ശരി, ഇവിടെ നിൽക്കട്ടെ. ആ അവിടെ തന്നെ. ചാടിക്കോ. എപ്പ ചാടണമെന്ന് പറ. പറയാൻ റെഡി. 1 2 3. ചാടിക്കോ. ചാടിക്കോളാൻ. ചാടി കഴിഞ്ഞടാ. ഞാൻ കണ്ടില്ലല്ലോ. കണ്ടില്ല. 4 വർഷത്തെ ഫോട്ടോ സ്റ്റുഡിയോ എക്സ്പീരിയൻസ്. എന്റെ ക്യാമറയും ആ കസേരയിൽ ഇരുന്നോളി. എടാ, 4 കൊല്ലമായിട്ട് ഫോട്ടോ സ്റ്റുഡിയോയിൽ പണിയെടുക്കുകയാണെന്ന് പറഞ്ഞില്ലേ? ഇതാണോ പണി? എന്താ ഇത് പിന്നെ പണിയല്ലേ? ആ കസേരയിൽ ഇരുന്നോളി. ചതിച്ചല്ലോടാ. അപ്പൊ എന്റെ ഫോട്ടോ? ആ രസീത് പ്രൊപ്പറേറ്റർ സാറിന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്, കൊണ്ടുതരും. വിഷമിക്കണ്ട. കസ്റ്റമേഴ്സ് വരുമ്പോഴാണ് തൂപ്പും തുറയൊക്കെ. പോടാ. ഇതാണ് സാർ നിങ്ങളുടെ ഫോട്ടോസ്. ചിലത് സാമ്പിളിന് പ്രിന്റ് എടുത്താണ്. എന്നാൽ അൺഫോർച്ചുനേറ്റ്ലി ഒന്നും ശരിയായി വന്നില്ല. വരുന്നു മോളെ. ഡ്രിങ്ക് വേണമെങ്കിൽ ഫ്രീ. എന്താടത്? ഡാൻസ്. ഇത് ആടിയൻ. ഇത് ക്യാമറ മിസ്റ്റേക്ക്. അയ്യോ, പ്രൊപ്പറേറ്റർ കണ്ട കൊന്നുകളയും. പിന്നെ ആടിയൻ എങ്ങനെയാ വന്നത്? വന്നോ? തെറ്റിപ്പോയതാ. ഇതെന്താടാ? നിങ്ങളുടെ കാല്. കാല് മാത്രമാണോ? ഏതെങ്കിലും ഒറ്റ ഫോട്ടോ ഫോക്കസിലുണ്ടോ? ഉണ്ട്, പുറകെ വരുന്നു. ഫോക്കസ് വയ്ക്കാൻ കണ്ട സ്ഥലം. ഇത് തന്നെ. എക്സ്ക്യൂസ് മീ. ഹലോ മാഡം, ഇരിക്കണം. നമസ്കാരം മാഡം. പറഞ്ഞതുപോലെ കുറച്ച് ടെസ്റ്റ് പ്രിന്റ് എടുത്തിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ടുണ്ട്. എക്സലന്റ്. എക്സ്ക്യൂസ് മീ, എന്റെ ബില്ല് തരും. എക്സ്ക്യൂസ് മീ മാഡം, നിങ്ങളെടുത്ത ഫോട്ടോസ് ഈ മനുഷ്യന്റെ അല്ലേ? ഇദ്ദേഹം ഒരു ഡാൻസർ ആണെന്ന് തോന്നുന്നു. വരുന്നു മോളെ. എന്റെ പേര് മാധവി. ആ കൊച്ചിനെ നിങ്ങളെ ക്യാമറ കൊണ്ട് ഡുവറ്റ് പാടുന്ന സമയത്ത് ഞാനിവിടെ ഉണ്ടായിരുന്നു. ഫോട്ടോഗ്രാഫിന്റെ ഹോബിയാണ്. ഡാൻസ് നിങ്ങൾക്ക് വളരെ ഇഷ്ടമാണോ? എങ്ങനെയാ അറിഞ്ഞത്? കഴിഞ്ഞ തവണത്തെ ഇല്ലുസ്ട്രേറ്റഡ് വീക്കിലിൽ എന്തോ ഡാൻസ് ഫോംസ് ആൻഡ് ടെമ്പിൾ സ്കൾപ്ചേഴ്സ് എന്നൊരു ആർട്ടിക്കിൾ വന്നിരുന്നു. ടെക്സ്റ്റ് ആൻഡ് ഫോട്ടോഗ്രാഫ്സ് ബൈ മാധവി എന്നുണ്ട്. നിങ്ങളല്ലേ? അത് ഞാനാണ്. സെക്കൻഡ് സീരീസ് ഉടനെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുകയാണ്. വെരി ഗുഡ്. നിങ്ങൾ ഹെൽപ്പ് ചെയ്താൽ? തീർച്ചയായും. പിന്നെ നിങ്ങളും എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. എന്താണ്? ഇവിടെ എന്റെ അമ്മയെ കാണിക്കാനായി കുറെ ഫോട്ടോ എടുക്കാൻ പറഞ്ഞു. എന്നാൽ ഇവൻ ആകെ വഷളാക്കി. ഇവിടെ ഡോക്ടർ സത്യമൂർത്തി സാറിന്റെ മകന്റെ വിവാഹത്തിനാണ് അമ്മ വന്നിരിക്കുന്നത്. ഈ ഫോട്ടോയിൽ നിന്ന് ഒന്ന് തന്നാൽ. അങ്ങനെയാണോ? ഞങ്ങളും ആ വിവാഹത്തിന് നോക്കൂ പയ്യൻ, ഇതിലുള്ള. അയ്യോ വേണ്ട, ഇവന്റെ കയ്യില്ല. ഞാനാണോ പ്രിന്റ് ചെയ്യുന്നത്? ബുദ്ധൂസ് പ്രൊപ്പറേറ്ററാ. എവിടെ നിന്ന് വന്നടാ? പറയൂ.
ഇതിലുള്ള ഫോട്ടോ എല്ലാം അർജന്റായി പ്രിന്റ് ചെയ്യണമെന്ന് നീ പ്രൊപ്പറേറ്ററോട് പറയൂ. ശരി. ഇതാണ് ഫോട്ടോ. ഇതെന്താടാ? ഇതെന്താ ഡബ്ബ? പ്ലീസ്. താങ്ക് യു. ഞാൻ പറഞ്ഞില്ലേ മാധവി. നമസ്കാരം. അയ്യോ, വസ്ത്രം അഴുക്കാകും. ബാലു സ്റ്റൂളിങ് എടുത്തിട്ടടാ. സാരമില്ലെന്നേ. നമ്മുടെ കൃഷ്ണനല്ലേ? അല്ല, ബാലകൃഷ്ണൻ സാർ. താങ്ക് യു. കാപ്പി ഉണ്ടോട്ടെ? അയ്യോ വേണ്ടെന്നേ. കൊണ്ടുവരാമേ. പാവം. ചെറുപ്പം മുതൽ ഈ ഡാൻസ് എന്ന് കേട്ടാൽ ഭ്രാന്താവന്. എന്തോ ആ പേരുകൂടെ ശരിക്കും എന്റെ നാവിൽ വരില്ല. മണിപ്പുരി, ഒഡിസി, ഇനിയും എന്തോ ചില ഡാൻസ് ഒക്കെ പഠിക്കണമെന്നാണ്. അവയെല്ലാം ചേർത്ത് ഭാരതീയ നൃത്തം എന്ന ഒരു പദ്ധതി തയ്യാറാക്കുകയാണ്. ഭ്രാന്തൻ. അവന്റെ അച്ഛൻ ജീവിച്ചിരുന്നെങ്കിൽ എന്ത് ചിലവ് ചെയ്തും അവനെ ഇതെല്ലാം ഇതിനു മുൻപ് പഠിപ്പിക്കുമായിരുന്നു. അദ്ദേഹത്തിനും ഈ സംഗീതമെന്നും നാട്യമെന്നും പറഞ്ഞ ലഹരിയാണ്. എന്റെ സമ്പാദ്യം ആഹാരത്തിന് മാത്രമേ ഉള്ളൂ. അവന്റെ ഇവന്റെയും കൈയും കാലും പിടിച്ച് അവൻ എങ്ങനെയോ കഷ്ടപ്പെട്ട് പഠിച്ചു വരുന്നുണ്ട്. നീ അവിടുന്ന് കണ്ടിട്ടുണ്ടാകും. അവിടെ നിന്നോ? അമ്മേക്കാൾ ഇല്ലേതാണ് ഞാൻ. അവിടെ നിന്ന് വിളിക്കണ്ട. മര്യാദ വേണ്ടായോ? വല്ലിടത്ത് മോളല്ലേ. ഫോട്ടോയിൽ കണ്ടിട്ട് തന്നെ മുഖത്ത് തേജസ് നോക്കിയട്ടെ. രംഗത്ത് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും എന്റെ പൊന്നുമോൻ? ഞാൻ നേരിട്ട് കണ്ടാൽ എന്റെ ദൃഷ്ടിദോഷം വരുമെന്ന് കരുതി കാണാൻ അനുവദിക്കാതെ അങ്ങ് വിളിച്ചു കളയുമോ എന്നെ ഭഗവാൻ? ഭംഗിയായി. അങ്ങനൊന്നും വരില്ല. ദൃഷ്ടി പറ്റാതിരിക്കാൻ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ അമ്മയുടെ ആഗ്രഹം പോലെ ഉടനെ ഒരു മനോഹരമായ പ്രോഗ്രാം നടത്തണം. നടത്തും. എപ്പോ? ഈ ജന്മത്തില്ല. നാട്ടിലുള്ളതൊക്കെ പഠിക്കണമെന്ന അവന്റെ ആശ. വിവാഹം ആലോചിച്ചും പെണ്ണിനെ കണ്ട് നമ്മുടെ ജീവിതം തീർന്നേക്കും. എന്റെ പാക്കര അതേ ഉപ്പേരി കഴിഞ്ഞല്ലോ, ഒന്ന് പോരത്. അതും കഴിഞ്ഞ് മറ്റൊരു ജന്മം എടുത്ത് വരുമ്പോൾ ആയിരിക്കും ഇവന്റെ പ്രോഗ്രാം നടത്തുന്നത്. ഒന്ന് വേഗം ആകട്ടെ. എല്ലാവരും എപ്പോഴാ ഉണ്ണാൻ വരുന്ന ആർക്കറിയാം. നേരം പോയി. എന്റെ പാവട്ടി ഒന്ന് വേഗം ആട്ടെ. ആ മുറിയൊക്കെ ഒന്ന് ഉറിയിക്കേ. അയ്യേ, നീ എന്താ ഇവിടെ? ഏതോ വലിയൊരു ഡാൻസ് ഉണ്ട്, അവിടെ കുത്തിയിരുന്ന് അത് പഠിക്കേ. അയ്യോ, ഉപ്പേരിക്ക് നേരം പോരാ. വേഗാട്ടെ വേഗാട്ടെ. നോക്കി നിൽക്കാതെ വേഗം ആട്ടെ. അത് രണ്ടായിട്ട് മുറിച്ചോളൂ, രണ്ടായിട്ട്. വേഗാട്ടെ വേഗാട്ടെ. ഫോട്ടോ വളരെ നന്നായിരിക്കുന്നു മോനെ. വരട്ടെ മോളെ. ബാലു, ഇങ്ങ് വാ. ഒരു ഫോട്ടോ ചോദിച്ചു വാങ്ങിക്കടാ, നാട്ടിലേക്ക് കൊണ്ടുപോകാൻ. എടാ വേണ്ടടാ, അവർ ചോദിച്ചു തരും. അവര് തെറ്റായിട്ട് വല്ലതും വിചാരിക്കും. വരട്ടെ മോളെ. ആട്ടെ. നിങ്ങൾ എവിടെയാ താമസിക്കുന്നത്? അത് അമ്മേ, അമ്മ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? ഞാനല്ലേ ഒരു പൊണ്ണൻ. മാറിക്കോളൂ. മാറാൻ.
എല്ലാം അങ്ങയുടെ അമ്മയ്ക്കാണ്. ചുരുങ്ങിയ പരിചയം കൊണ്ട് ഒരു മകതി ഇത്ര സ്നേഹം കാണിച്ചാൽ ഞാൻ ഭാവിയിൽ വലിയ ഡാൻസർ ആയി കഴിഞ്ഞാൽ എന്നെ മറന്നു കളയരുതെന്നേ ഉള്ളൂ. എന്റെ ഒരു വലിയ ആഗ്രഹം പറഞ്ഞോട്ടെ? എന്താ? നമുക്ക് ഒന്നിച്ച് നിന്നൊരു ഫോട്ടോ എടുക്കണം. എന്റെ കൂടെയോ? നാളെ ഈ വേൾഡ് ഫേമസ് ബാലുസാറിനെ ഞാൻ അറിയുമെന്ന് വലിപ്പം പറയാനാ. പക്ഷെ എടുക്കുന്ന ആരാ? ഇതിൽ സെൽഫ് ടൈമർ ഉണ്ട്. ഓ, ഇതിലതൊന്നുമില്ല പാവം. എന്നാ സെറ്റ് ചെയ്യും പഠിക്കാൻ. ഫോക്കസ് ചെയ്യാൻ അറിയോ? ഇത് ഫോക്കസ്. ഓ, ഇതാണോ? ചെയ്യൂ. സോറി. നോക്കൂ, ഇത് ടൈമർ. ഇത് ഞെക്കണം. ഇപ്പഴല്ല, ഞാൻ പോയി അവിടെ നിക്കാം. ഞെക്കിട്ട് വന്നേക്കണം. അറിയാലോ? അല്പസ്ഥലം നിങ്ങളുടെ അടുത്ത് എനിക്കും വെച്ചേക്കൂ. ഇതല്ലേ നിക്കണ്ടേ? അതെ. കേട്ടെ? ഇതെന്താ? ഇതിനകത്ത് എന്തോ വേഗം വരെ. എന്റെ അച്ഛനെ ഒന്നും ചെയ്യരുത്. എന്റെ അച്ഛനെ രക്ഷിക്കണം. വലിയ ദയാദാക്ഷിണ്യം പോലെ എന്റെ വീട് എന്റെ വാടക. ഞാൻ വാടക ചോദിച്ചാ എന്റെ കുടലിറക്കാൻ വരുന്നു പാവികളെ. പിന്നെ പോവല്ലേ? നിർത്തടാ, നീയെങ്കിലും ഒന്ന് ക്ഷമിക്കടാ. ബാലകൃഷ്ണൻ ഒരാളുണ്ടോ ഇവിടെ? ഉണ്ടല്ലോ. നിങ്ങളാരാ? എന്റെ പേര് മാധവി എന്നാ. ഓ, നിങ്ങളാണോ? ബാലകൃഷ്ണ, മാധവിയാ വന്നിരിക്കുന്നത്. ആര് വന്നാലും എനിക്ക് എന്താണ് എന്റെ വാടക കിട്ടണം. ഇതാണ് ഒറ്റക്കാലം നൃത്തം എന്ന് പറയാം. നമ്മുടെ മാമന പാവം ഈ പ്രായത്തിൽ ബാലുവിന്റെ അടുത്ത് ഡാൻസ് അഭ്യസിക്കാൻ വന്നിരിക്കുക. മുഴുവൻ പഠിച്ചിട്ട് വേണം നമസ്കരിക്കാൻ. ഇത് ആദ്യ പാഠം, മറ്റൊക്കെ നാളെ. കൊണ്ട് കാണാം. ഉള്ളതാ മാമ, പ്രഗത്ഭനായ ഡാൻസർ ആയിട്ട് പോകാം. മോളെ, ഞാൻ ഡാൻസ് പഠിക്കല, എന്നെ വെളിച്ചപ്പാടാക്കാണ്. ഇത് ഡാൻസ് അല്ല, തുള്ളലാണ്. ഇനിയും കുറച്ചു കാലം കൂടി ശ്രമിച്ചാൽ മതി, മുഴുവനും വന്നോളും. കിട്ടോ? മുഴുവനോ? ബാക്കിയില്ലാതെ? കുറച്ചു നാളുകൊണ്ട് എന്ത് വരാനാ? ഒന്നും വരില്ല. ശരിക്കും സത്യം പറഞ്ഞു. കലയ്ക്ക് വേണ്ടി ജീവൻ കളയാൻ തയ്യാറാണ് നമ്മുടെ മാമൻ. അയ്യോ പാവം. നിങ്ങൾ ഇത്ര ബുദ്ധിമുട്ടി കൊണ്ടുവരണമായിരുന്നു. അഡ്രസ് ചോദിച്ചപ്പോ പോസ്റ്റിലേക്കാൻ പോവാണെന്ന് വിചാരിച്ചു. ഒരേ നാട്ടിൽ കഴിയുന്നവരല്ലേ പോസ്റ്റിൽ അയക്കുന്ന എന്തിനാ? ഒരേ നാടോ? എന്നാൽ നിങ്ങളിപ്പോ കൈ നിങ്ങളുടെ ക്യാമറയിലും വന്നില്ലെങ്കിൽ ഇതെന്തോ ശാപമാണ്. ഞാൻ മാധവി, താങ്ക് യു. നാട്ടികലെ എങ്ങനെ ആരാധിക്കുന്ന മനുഷ്യനെ ഞാൻ എങ്ങും കണ്ടിട്ടില്ലെങ്കിൽ. ഡാൻസ് കണ്ടാൽ എല്ലാം മറന്നുപോകും. സോ ഡിവോട്ടഡ്, സോ റിലീജിയസ്. അവിടുന്ന് ഒരു തവണ ഡാൻസ് കാണണം. എന്തിനാ മോളെ? നേരിട്ട് കാണുന്ന വിധത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ, വളരെ നല്ലത്.
ഗുഡ് ലയജ്ഞാനം, ഗുഡ് ഭാവജ്ഞാനം, വെരി ഗുഡ് ഫുഡ് വർക്ക്. ഇറ്റ് മസ്റ്റ് ബി ഫൈൻ. അതുകൊണ്ട് അദ്ദേഹത്തിന് ഓൾ ഇന്ത്യ ഡാൻസ് ഫെസ്റ്റിവലിൽ പെർഫോമൻസ് കൊടുപ്പിക്കണം. ഈ ആണ്ടിൽ ഡൽഹിയിലല്ലേ നടക്കുന്ന അങ്കിൾ? അതെ മോളെ, എ ഗുഡ് ഒക്കേഷൻ, വെരി ഗുഡ് ഓപ്പർച്യൂണിറ്റി. ഇറ്റ് വിൽ ബി ഫൈൻ. സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ദിവാകരനാണ്, നമ്മുടെ വർമ്മയുടെ സെക്കൻഡ് സൺ. TMHൽ എന്റെ കൂടെ അസിസ്റ്റന്റ് ആയിരുന്നു. എ ഗുഡ് ആർട്ട് ലവർ, വെരി ഗുഡ് ജെന്റിൽമാൻ, ഫൈൻ പേഴ്സൺ. അങ്ങനെയാണെങ്കിൽ ബാലുവിന്റെ പ്രോഗ്രാം തീർച്ചയായും ഇൻക്ലൂഡ് ചെയ്യണം. ആകട്ടെ മോളെ. Then it will be good, very good. വെരി ഫൈൻ ആൾസോ. അച്ഛൻ അല്പം ജ്യൂസ് കൊണ്ടുവരട്ടെ? ഏതാണ് ആ കൊച്ചൻ? ഏതോ അറിയില്ല, മുമ്പ് ഒരു വിവാഹത്തിന് കണ്ടപ്പോ പരിചയപ്പെടുത്തിയിട്ടുള്ളതാ. മാധവിയിൽ മുമ്പത്തേക്കാൾ നല്ല ചേഞ്ച് കാണപ്പെടുന്നുണ്ട്. എന്തോ സന്തോഷവും ഉത്സാഹവും ഉണ്ട്. ഇറ്റ്സ് എ ഗുഡ് ചേഞ്ച്, വെരി ഗുഡ് ഇംപ്രൂവ്മെന്റ്. അതുകൊണ്ട് അവൾ ഹോബിയായി ഫോട്ടോകൾ എടുക്കുന്നതിനും സാഹിത്യം എഴുതുന്നതിനും ഞാൻ ഒന്നും എതിർക്കാറില്ല. എന്നാൽ ഈ കൊച്ചനും ഈ പരിചയവും... ഏത് വിധത്തിലായാലും മാധവി കഴിഞ്ഞ കഥകൾ മറന്നുപോയി കിട്ടിയാൽ നല്ലത്. ഇറ്റ് ഇസ് ഗുഡ്, വെരി ഗുഡ്. ഇറ്റ് ഇസ് ഫൈൻ ഫോർ ഹെർ. ആട്ടെ, എല്ലാ കൊല്ലം ഓൾ ഇന്ത്യ മ്യൂസിക് ഫെസ്റ്റിവൽസും ഡാൻസ് ഫെസ്റ്റിവൽസും നടക്കുന്നെന്ന് കേട്ടു. അതെ. അത് അത്ര കേമമാണോ? അല്ല, പിന്നല്ലാതെ. എവിടേക്കോ നിന്നുള്ള കലാകാരന്മാരൊക്കെ വരും. പിന്നെ വലിയ വലിയ രാജപ്രതിനിധികൾ, പ്രത്യേകം ക്ഷണിക്കപ്പെടുന്നവർ, ചിലപ്പോൾ പ്രൈം മിനിസ്റ്ററും ഉണ്ടാവും. അത്രയും വലിയ മഹാസദസ്സിൽ സഹ കലാകാരന്മാരുടെ ക്ഷമക്ഷത്തിൽ പെർഫോമൻസ് നടത്തണമെങ്കിൽ ജാതകത്തിൽ എന്നാ എഴുതിയിരിക്കണം. അതെല്ലാം എന്നെ പോലുള്ളവർക്ക് ചിന്തിക്കാൻ പോലും സാധ്യമല്ല. എപ്പോഴെങ്കിലും ആ ഫെസ്റ്റിവൽ കാണാൻ പോയിട്ടുണ്ടോ? താങ്ക് യു. എവിടെന്ന്? എപ്പോഴോ ഒരിക്കൽ വളരെ കഷ്ടപ്പെട്ട് നമ്മുടെ ഗുരുവിന്റെ അടുത്തുനിന്ന് ഒരു ഇൻവിറ്റേഷൻ സമ്പാദിച്ചിട്ടും ശരിക്കും പോകേണ്ട ആ സമയത്തും നമ്മുടെ കയ്യിൽ ഇല്ലാഞ്ഞിട്ട് ഉണ്ടായിരിക്കണമല്ലോ. ഈ ആണ്ടിൽ നടക്കുന്ന ഫെസ്റ്റിവലിന് എന്റെ അടുത്ത് കുറെ ഇൻവിറ്റേഷൻസ് ഉണ്ട്, വേണമെങ്കിൽ പോകാം. ഇപ്പൊ നിങ്ങളുടെ കയ്യിലുണ്ടെന്നോ? ഇതന്നെ ഇനോഗ്രൽ ഡാൻസ് റിസൈറ്റൽ ബൈ യാമിനി കൃഷ്ണമൂർത്തി, ഒഡിസി ഡാൻസ് റിസൈറ്റൽ ബൈ സോനാൽ മാൻസിംഗ്. അത്രയ്ക്ക് മെച്ചമാണോ? പിന്നെ മോഹിനിയാട്ടം റിസൈറ്റൽ ബൈ ഗീതാ നായർ. ആഹാ. കഥക് ഡാൻസ് റിസൈറ്റൽ ബൈ ഗോപികൃഷ്ണ. ഇത്തവണ എല്ലാവരും വലിയവരാണ്. ഇദ്ദേഹം ഒരു വലിയ ഡാൻസറാണ്. ബാലു, എന്താ ബാലു ഇത്? വാഗർത്ഥാവിവ സംപൃക്തൗ വാഗർത്ഥ പ്രതിപത്തയേ ജഗതഃ പിതരൗ വന്ദേ പാർവതീ പരമേശ്വരൗ വന്ദേ പാർവതീ പരമേശ്വരൗ. നാദവിനോദം നാട്യവിലാസം പരമസുഖം മഹിതം അഭിനയവേദ
വേദം സഭയ്ക്കനുവാദം അരുളും പരമപദമേ ഭാവത്തിലും ഭംഗിയിലും ഗാനത്തിലും ഗമകത്തിലും ഭാവത്തിലും ഭംഗിയിലും ഗാനത്തിലും ഗമകത്തിലും ആംഗികമിത്തവമതിശയമിങ്ങനെ നാദവിനോദം നാട്യവിലാസം പരമസുഖം വൈതം അഭിനയവേദം സഭയ്ക്കനുവാദം അരുളും പരമപദമേ പ്രമദവനത്തിൻ ഹിമദീപം നവരസനടനം ജതിയുതഗമനം നവരസനടനം ജതിയുതഗമനം സിതയിൽ ശരണം സ്വരമതിപയണം ഭരതമായ നാട്യം വാഴ്വി നിത്യം നൃത്യം ഭരതമായ നാട്യം വാഴ്വി നിത്യം നൃത്യം പകലവകിരണം താമസഹരണം അകലവകിരണം താമസഹരണം ശിവന്റെ നയന ത്രയലാസ്യം തകിട്ട തകിട്ട ധിമി നാട്യം തകിട്ട തകിട്ട ധിമി ലാസ്യം നമക ശമയ സഹജം നಟ പ്രകൃതി പാദജം നർത്തനമേ ശിവകവചം നടരാജപാദ സുമരജം ധിരണന ധിരണന ധിര 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 നാദ വിനോദം നാട്യവിലാസം പരമസുഖം മഹിതം അഭിനയവേദം സഭയ്ക്കനുവാദം അരുളും പരമപദമേ Congratulations, Balu. Fantastic. ലേഡി പറഞ്ഞ കണ്ടില്ലേ മുടി വലിക്കാതെ എന്താണ് മാധവി മാധവി എന്താ രഘു? മാധവി ജസ്റ്റ് എ മിനിറ്റ്. നാളെ പുറപ്പെടുകയല്ലേ? റൂമിൽ വസ്ത്രങ്ങൾ പാക്ക് ചെയ്യാ. മാധവി ഓ, ബാലുന്റെ അമ്മ വന്നിട്ടുണ്ടോ? അവര് വരാവുന്ന സ്ഥിതിയിലല്ല. അവർ സുഖമില്ലായിരിക്കുക. എന്നുവെച്ചാ സോ സോറി. പാവ അമ്മയ്ക്ക് വേണ്ടി പുതിയ വസ്ത്രങ്ങൾ വാങ്ങിച്ചു. ആ പട്ടുസാരി ഉടുത്തുകൊണ്ട് അവരെങ്ങനെ സദസ്സിലിരുന്നിരുന്നെങ്കിൽ ആ മഹാജനത്തിന് മുന്നിൽ അദ്ദേഹം ഡാൻസ് ചെയ്യുന്നത് സോ സാഡ്. ഐ തിങ്ക് ഈ ട്രിപ്പ് ക്യാൻസൽ ചെയ്യാ ഭേദം. അതല്ല, ഇങ്ങനൊരു അവസരം പോട്ടെന്ന് വെച്ചാൽ പിന്നെ കിട്ടുന്നതല്ല. അവന്റെ അമ്മയുടെ ആശയും അവൻ വളർന്നു വരണം എന്നാണ്. നാട്ടുകാർക്ക് അവനെ ഓർക്കണം എന്നാണ്. നമുക്ക് എങ്ങനെ ആശ്വസിപ്പിച്ച് അവനെ കൊണ്ടുപോകണം? ഗോയിങ് ടു ഡൽഹി. എന്താടാ, റെഡിയായോ? അമ്മ എവിടെ? താഴെ നിൽക്ക. വരണം മാധവി, അവൻ റെഡിയാകുന്നു. 10 നിമിഷത്തിന് ഞാൻ റെഡിയായി വരാം. പോയി. അമ്മേ, അമ്മേ, എടാ അമ്മയെ കാണാനില്ല. വന്നില്ലടാ. എന്താ? അത് പറഞ്ഞാൽ ഏതോ ഒഴിയാൻ വയ്യാത്ത ഒരു വിവാഹത്തിന് പോകാനുണ്ടത്രേ. അതുകൊണ്ട് അവിടുന്ന് വരാൻ പറ്റുകയില്ല. പോകാം പോകാം. ആ, അവിടെ ഇപ്പൊ വിവാഹം നടത്താവും. നമ്മൾ പിന്നെ വെറുതെ ആണ് പോകുന്നത്. ഇത് കേട്ടോ,
നിങ്ങൾ എത്ര കഷ്ടപ്പെട്ട് എനിക്ക് അവസരം ഉണ്ടാക്കി തന്നു. ഒരുപക്ഷെ എന്റെ അമ്മ ഭയപ്പെട്ട് ഗണപതി മാമനോട് പറഞ്ഞില്ലെന്ന് വെച്ചോളൂ. ഇവൻ പറയണ്ടേ മടകൻ പറഞ്ഞു വിളിച്ചോണ്ട് വരണ്ടേ? സത്യമാണെങ്കിൽ തന്നെ അവരുടെ പരിസ്ഥിതി അതൊന്നും ഇല്ലെന്ന്. ഞാനാണ് പോയിരുന്നെങ്കിൽ എന്റെ കൂടെ പറന്നു വന്നേനെ. ഇവനും എടാ ഈ സാധനങ്ങളെ എടുത്തോണ്ട് സ്റ്റേഷനിൽ പോ, ഞാൻ അമ്മയെ വിളിച്ചോണ്ട് വരാം. ഞാൻ പറയുന്ന കേൾക്കടാ, നീ പോയിട്ട് ആവശ്യം. എനിക്ക് ആവശ്യമുണ്ടടാ, അമ്മ ഇല്ലാതെ പ്രോഗ്രാം നടക്കും. അവർ വരില്ല, വരാൻ വയ്യ. അമ്മയ്ക്ക് തീരെ സുഖമില്ലായിരിക്കും. ഞാൻ പാലു അമ്മേ. എന്താടാ ഇത്? പറഞ്ഞിരുന്നില്ലേ ഡൽഹിയിൽ പ്രോഗ്രാം ഉണ്ടെന്ന്? ആ ഇൻവിറ്റേഷൻ. All India Dance Festival, New Delhi. നിങ്ങൾക്ക് വേണ്ടി പട്ട് സാരി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അമ്മേ. നിങ്ങൾ മുൻവശത്തിൽ ഇരുന്ന് ഇത് ഞാനാണ് ബാലകൃഷ്ണൻ. ഡാൻസ് പ്രമദവനത്തിൻ നവരസനടനം ജതിയുതഗമനം നവരസനടനം ജതിയുതഗമനം സിതയിൽ ശരണം സ്വരമതിപയണം ഭരതമായ നാട്യം വാഴ്വി നിത്യം നൃത്യം ഭരതമായ നാട്യം വാഴ്വി നിത്യം നൃത്യം പകലവകിരണം താമസഹരണം പകലവകിരണം താമസഹരണം ശിവന്റെ നയന ത്രയലാസ്യം. తకిట తకిట ధిమి నాట్యం తకిట తకిట ధిమి లాస్యం నమక చమయ సహజం నట ప్రకృతి పాదజం నర్తనమే శివ కవచం నటరాజ పాద సుమరజం ధిరణన ధిరణన ధిర 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 నాద వినోదం నాట్య విలాసం పరమ సుఖం మహితం അനുവാദം അരുളും പരമപദമേ. എടുക്ക്. കുറച്ചുകൂടെ പിന്നോട്ട് നീങ്ങൂ. ഇനി എങ്ങോട്ടാ? കടലിലേക്കാ? ഇത്ര അടുത്ത് നിന്നാൽ ഒരു കാലും ഒരു കൈ മാത്രമേ കിട്ടുകയുള്ളൂ. കുറച്ചുകൂടെ പിന്നോട്ട്, വളരെ ഭംഗിയായിരിക്കും. എന്താടാ നീ ഫോട്ടോ എടുക്കും മുമ്പ് ഞാൻ വെള്ളത്തിൽ വീണ് പോകുന്ന പറ്റുണ്ട്. എടുക്ക്.
മിണ്ടാതിരിക്കെ, അനങ്ങിയ ശരിക്ക് വരില്ല. ഈ സമുദ്രത്തിൽ വന്ന് എന്തിനാ ഫോട്ടോ എടുക്കുന്ന? അയ്യോ എന്റെ അമ്മോ, ഒരു പൂങ്കാവനത്തിൽ പോയി എടുത്താൽ എന്താ? അവിടെയാ ബുദ്ധി വേണ്ടത്. ഇങ്ങനെ സമുദ്രത്തിന്റെ കരയിൽ വന്ന് എടുക്കുകയാണെന്ന് വെച്ചാൽ ബോംബെയിൽ വെച്ചോ ഗോവയിൽ വെച്ചോ എടുത്തതാണെന്ന് പറയാൻ കഴിയും. എങ്കിൽ തരാൻ എന്നെയും കൊണ്ട് പോകും. നമസ്തേ സാർ. നീ എങ്ങനെ ഇവിടെ വന്നു? തര വരുന്നടാ, ഒന്ന് വേഗം എടുക്ക്. ഒന്ന് നിൽക്ക്, കാരണവർക്ക് വലിയ പേടിയാണ്. സാർ, അവിടെ എത്ര നാൾ പണി ചെയ്താലും ഒരു ലാഭവുമില്ല. അതുകൊണ്ട് നമ്മുടെ അങ്കിൾ വഴിയായി ഇവിടെ ഒരു സ്റ്റുഡിയോ വാങ്ങിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണ്. ഇപ്പോൾ വേണ്ടില്ല സാർ, ഫസ്റ്റ് ക്യാമറയാണ്. പിന്നെ എങ്ങനെയുണ്ട് സാർ? കേട്ടില്ല. നീ പോയി ജോലി. കാരണവരെ, അവിടെ നിൽക്കാൻ. ഞാൻ ഫോട്ടോ എടുത്തുതരാം. ഇത് നല്ല ക്യാമറയാ കാരണവരെ, ഞാൻ ഫോട്ടോ എടുത്തുതരാം. അവിടെ നിൽക്കാൻ. എന്താ ഇവിടെ വന്നൊന്ന് ചിരിക്കുന്നത്? സുഖദുഃഖങ്ങളെ പറ്റി അറിയാൻ കഴിയാത്ത ആ കൊച്ചന്റെ വയസ്സിലേക്ക് നമുക്കൊന്ന് പിന്നോക്കം പോകാൻ കഴിഞ്ഞെങ്കിൽ എത്ര ഭംഗിയായിരുന്നു. ഇതുവരെ നിങ്ങൾ അങ്ങനെ പിന്നോക്കം പോകാറില്ലേ? ആഴ്ച 2 ദിവസം. ആരാ പറഞ്ഞു? നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും എനിക്കറിയാം. മറ്റേ ഫ്രണ്ട് രഘു നിങ്ങളുടെ കൃഷ്ണലീലകളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അത് കളയും. അവൻ പറയുന്നത് കണക്കിലെടുക്കണ്ട. പോട്ടെ, പാട്ട് കണക്കിലെടുക്കാവോ? പാട്ടിലെ പദങ്ങൾ മാത്രം. അല്ലാതെ അവൻ പാടി തുടങ്ങിയാൽ കേൾക്കുന്നവർ ആത്മഹത്യ ചെയ്യേണ്ടി വരും. അത്ര നല്ല ശ്രുതി, അതിനേക്കാൾ നല്ല രാഗം. എനിക്കങ്ങനെ തോന്നിയില്ലല്ലോ അദ്ദേഹത്തിന്റെ പാട്ട് കേട്ടപ്പോ. ഏത് പാട്ട്? അത് അടുത്ത വാരം റേഡിയോയിൽ വരുന്നു. മൗനം പോലും. എങ്ങനെയാ പാടി കേൾപ്പിച്ചത്? അത് മൗനം പോലും മധുരം ഈ മധുനിലാവിൻ മഴയിൽ മനസ്സിൽ മാധവം മിഴിയിൽ പൂക്കവേ ഞാൻ മറന്നുപോയി. സത്യം പറയൂ, അവനാണോ ഇങ്ങനെ പാടി കേൾപ്പിച്ചത്? എന്താ വിശ്വാസമില്ലേ? നിങ്ങളല്ലേ ആ പദങ്ങൾക്ക് രാഗം കൊടുത്തത്? നിങ്ങൾ ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയാണെങ്കിൽ പാടിയത് ഞാനാ. നിങ്ങൾ നുണ പറയേണ്ട ആവശ്യമില്ല. പ്ലീസ്, യു ഗ്രേറ്റ്. ശരി, നിങ്ങളുടെ അഭിപ്രായ പ്രകാരം ഞാൻ പാടുന്നതിൽ ഗ്രേറ്റ്. എന്റെ അഭിപ്രായ പ്രകാരം രഘു എഴുതുന്നതിൽ ഗ്രേറ്റ്. ഞങ്ങളുടെ രണ്ടുപേരുടെ അഭിപ്രായ പ്രകാരം നിങ്ങൾ ഡാൻസിൽ ഗ്രേറ്റ്. ഈ 3 ഗ്രേറ്റ്സും ചേർന്ന് ഓൾ ഇന്ത്യ ടൂർ ചെയ്ത് പെർഫോമൻസ് നടത്തിയാൽ എത്ര മഹത്തായിരിക്കും. അങ്ങനെ ഒരു കാര്യം ആലോചിക്കരുതോ? ആലോചന കൊണ്ട് മാത്രം കാര്യം എന്താ? അത് നടപ്പിൽ വരുത്താനുള്ള അവസരം വരണ്ടേ? Where there is a will, there is a way. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കുമെന്ന്. അങ്ങയുടെ പ്രതിഭയെ പറ്റി അങ്ങ് അറിയുന്നില്ല ബാലു. യു അപ്പോയിന്റ് മീ ആസ് എ സെക്രട്ടറി. അപ്പൊ കാണാം ബാലുവിന്റെ പ്രശസ്തി എവിടെ നിന്ന് എവിടെ പോയി നിൽക്കുമെന്ന്. അപ്പൊ എപ്പോഴും എന്റെ സമീപത്തിലുണ്ടാവും. Oh sure, why not? I'll be always with you. സത്യമല്ലേ? Promise. എന്നാൽ കാറൊന്ന് നിർത്താൻ പറയണം. എന്തിന്? വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാം. അതല്ലേ അല്പം പണിയുണ്ട്. സ്റ്റോപ്പ് ചെയ്യ് പ്ലീസ്. ഓ, ഡ്രൈവർ ഒന്ന് കാർ നിർത്തും. താങ്ക് യു. അവിടെ നിന്ന് വരുന്നടാ. ബൈ. താങ്ക് യു.
ഹലോ, മാധവിയല്ലേ? അതെ ഞാനാ. ബാലു ആണോ? പറഞ്ഞാട്ടെ. എപ്പോഴും സമീപത്ത് ഉണ്ടാവുന്ന വാക്ക് ആത്മാർത്ഥമായി പറഞ്ഞല്ലേ? എന്താ പിന്നെ സംശയം വന്നോ? ബാലു കേക്കൂ, യാതൊരു സംശയം വിചാരിക്കണ്ട. ഐ റിമെയിൻ യുവർ സിൻസിയർലി മാധവി. ഓക്കെ? താങ്ക് യു വെരി മച്ച്. യെസ്. മാധവല്ലയോ? ഐ ലവ് യു. ഐ വോണ്ട് ടു മാരി യു. ഞാൻ നിങ്ങളെ വിവാഹം കഴിക്കാം. ഐ മീൻ ഇറ്റ്. ഹലോ. താങ്ക് യു. വരൂ പ്ലീസ്. ഒരു മനുഷ്യന് മറ്റൊരു നല്ല വ്യക്തിയോട് സ്നേഹം തോന്നാൻ പാടില്ല. അങ്ങനെ മനസ്സാ ബന്ധിക്കുന്ന സോറി അടുത്ത് കഴിയണമെന്ന് ആഗ്രഹിക്കുന്നതിൽ പെശകുണ്ടോ? അങ്ങനെ അടുത്ത് കഴിയണമെന്ന് ആഗ്രഹിക്കുന്നവർ വൈവാഹിക ബന്ധം കൊണ്ട് ഒന്നിക്കണമെന്ന് വിചാരിക്കുന്നതിൽ ദോഷമുണ്ടോ? അതുകൊണ്ടാണ് ഇൻവിറ്റേഷൻ കൂടെ അച്ചടിച്ചു കൊണ്ടുവന്നത്. ഒന്നിരിക്കൂ. പ്ലീസ് സിറ്റ് ഡൗൺ. സോഫ. രഘുസുമതി മാരേജ്. അതെ, പാവം അവന് സ്വന്തം എന്ന് പറയാൻ ഓർത്തരമില്ല. അതുകൊണ്ട് ഇറ്റ്സ് ഓക്കെ. ഓ സോറി. അതുകൊണ്ട് നമ്മൾ തന്നെ ശുഭകാര്യം നടത്തി കൊടുക്കണം. അങ്ങനെ ആട്ടെ. അവർ രണ്ടും വിവാഹം കഴിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പൊ പിന്നെ അവരുടെ കാര്യം രക്ഷപ്പെട്ടു. ഇനി ഇത് എന്റെ പ്രസന്റേഷൻ. ആ പാട്ട് നിന്റെ ഭർത്താവിന്റെ.